ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ ട്രോളിയാൽ മിസൈൽ വരുമോ? കാര്യം നമ്മൾ തമാശയായി പറയുന്നതാണെങ്കിലും അതത്ര തമാശയല്ല. കാരണം അതിന് പിന്നിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ വന്നത് മിസൈൽ ആയിരുന്നില്ല, മറിച്ച് ഹാക്കേഴ്സായിരുന്നു. ഹാക്ക് ചെയ്യപ്പെട്ടതോ വൻകിട സിനിമാ കമ്പനിയായ സോണി പിക്ചേഴ്സും. അതിന് കാരണമോ 2014 പുറത്തിറങ്ങിയ സോണി പിക്ചേഴ്സിന്റെ ദി ഇന്റർവ്യൂ എന്ന സിനിമയും. സൈബർ അറ്റാക്ക് നടത്താൻ മാത്രം എന്താണ് സിനിമയിലുള്ളതെന്ന സംശയം പലർക്കുമുണ്ടാകാം. സിനിമയുടെ പ്ലോട്ട് കേട്ടാൽ ആ സംശയമങ്ങ് മാറിക്കോളും. നോർത്ത് കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉന്നിനെ ഇന്റർവ്യൂ ചെയ്യാനും വധിക്കാനും 2 അമേരിക്കൻ പൗരന്മാർ നോർത്ത് കൊറിയയിലേക്ക് പോകുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. കിം ജോങ് ഉന്നിനെ പോലൊരു ഏകാധിപതിയായ ഭരണാധികാരിക്ക് ഹാക്കേഴ്സിനെയല്ല മിസൈൽ തന്നെ വിടാൻ ഈ റീസൺ തന്നെ ധാരാളമാണ്. ഇതിനൊക്കെ പുറമെ അദ്ദേഹത്തെ ട്രോളാവുന്നതിന്റെ പരമാവധി സിനിമയിൽ ട്രോളി. പുള്ളിയുടെ ജനദ്രോഹ നയങ്ങളെ പച്ചയ്ക്ക് വിമർശിച്ചു. സിനിമ ഇറങ്ങുന്നതിന് 1 മാസം മുൻപ് നോർത്ത് കൊറിയൻ ഗവൺമെന്റ് ഈ കാര്യം അറിഞ്ഞു. അവർ സോണി പിക്ചേഴ്സിന് സിനിമയുടെ റിലീസ് നിർത്തിവെക്കാൻ മുന്നറിയിപ്പ് നൽകി. പക്ഷേ സോണി ഇതൊന്നും വകവയ്ക്കാതെ റിലീസുമായി മുന്നോട്ട് നീങ്ങി. അങ്ങനെ സിനിമയുടെ റിലീസിന് ഏകദേശം 1 മാസം മുൻപാണ് ആ സംഭവം നടക്കുന്നത്. സോണി പിക്ചേഴ്സിന്റെ കമ്പ്യൂട്ടറുകളെല്ലാം ഗാർഡിയൻസ് ഓഫ് പീസ് എന്നറിയപ്പെടുന്ന സംഘടന ഹാക്ക് ചെയ്തു. സോണിയുടെ വരാനിരിക്കുന്ന ചില സിനിമകൾ, ചില സ്ക്രിപ്റ്റുകൾ, അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വ്യക്തിഗത വിവരങ്ങൾ തുടങ്ങി വിലപ്പെട്ട വിവരങ്ങൾ എല്ലാം ലീക്കായി. സ്പൈഡർമാനെ ചൊല്ലിയുള്ള സോണിയുടെയും മാർവലിന്റെയും തർക്കം പുറത്താവുന്നത് ഇതിലൂടെയാണ്. എങ്കിലും സിനിമ ചുരുങ്ങിയ ചില സ്ക്രീനുകളിൽ റിലീസ് ചെയ്തു. പിന്നീട് ഡിജിറ്റൽ റിലീസും നടന്നു. ഹാക്കിങ്ങിന് പിന്നിലെ നോർത്ത് കൊറിയൻ ബന്ധം FBI കണ്ടെത്തിയിട്ടുണ്ട്. അന്നത്തെ പ്രസിഡന്റ് ഒബാമയുടെ കീഴിലുള്ള അഡ്മിനിസ്ട്രേഷൻ ഈ ആക്രമണത്തിന് മറുപടിയായി കൊറിയയുടെ മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ വീണ്ടും വെട്ടിച്ചുരുക്കി. ഇതിനോടനുബന്ധിച്ച് നോർത്ത് കൊറിയയിലുണ്ടായ ഇന്റർനെറ്റ് ബ്ലാക്കൌട്ടിന് പിന്നിലും അമേരിക്കയാണെന്നാണ് പറയപ്പെടുന്നത്.